നെക്സ്റ്റ് ടോപ്പിക്ക് പോളിനോമിയൽ റിങ്സ്. പോളിനോമിയൽ റിങ്സ് എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് ആണ്. കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് ഏത് ഡിഗ്രി ആയിക്കോട്ടെ കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് ആണ്. അതിന് പ്രത്യേകത എന്താ വെച്ചാൽ കോൺസ്റ്റൻസിൽ അല്ലെങ്കിൽ പോളിനോമിയൽസിൻ്റെ ഓരോ ടേമിനും പിന്നെ കോഎഫിഷ്യൻസ് അത് റിങ്ങിലെ എലമെൻറ്റ്സ് ആയിരിക്കും. ഒരു ഫിക്സ്ഡ് റിങ് തന്നിട്ടുണ്ടാവും, അതിലെ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിനെ പോളിനോമിയൽ റിങ്സ് എന്ന് പറയും. അതായത് കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് റിങ്ങിലെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന പോളിനോമിയൽസിൻ്റെ കളക്ഷൻ. അങ്ങനത്തെ എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് റിങ് ആയിരിക്കും. അതിനെ പോളിനോമിയൽ റിങ് എന്ന് പറയും. അപ്പോൾ ആ ഡെഫിനിഷൻ എനിക്ക് എത്താൻ വേണ്ടി ഇവിടെ ആദ്യം കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് അത് നോക്കാം. 6 എന്നുള്ളൊരു കമ്മ്യൂട്ടേറ്റീവ് റിങ് എടുത്തിട്ടുണ്ട്. ടി എന്നുള്ളൊരു സെറ്റ്. ടി എന്നുള്ള സെറ്റിലെ എലമെൻറ്റ്സ് എങ്ങനെ തന്നിട്ടുള്ളത്? ഇൻഫൈനൈറ്റ് ടപ്പിൾസ് ആണ്. A0, A1, A2 എക്സെട്ര. ഇൻഫൈനൈറ്റ് ആണ്, ഇൻഫൈനൈറ്റ് ടപ്പിളാണ് ഉള്ളത്. A2 എക്സെട്ര അങ്ങനെ പോകും. ഒരു ഫിക്സ്ഡ് എണ്ണിലൊന്നും നിൽക്കില്ല. ഈ എയ്സൊക്കെ 6ലെ എലമെൻറ്റ്സ് ആണ്. ഈ ഓരോ കമ്പോണൻറ്റും 6ലെ എലമെൻറ്റ്സ് ആണ്. ഫോർ ഓൾ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഐ. എന്താ പറഞ്ഞത്? 0, 1, 2 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ നോൺ നെഗറ്റീവ് ഐ ആൻഡ് AI നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൺലി ഫൈനൈറ്റ്ലി മെനി ടേംസ് AI. അതായത് നമുക്ക് പോളിനോമിയലിൻ്റെ ഡെഫിനേഷൻക്കാണ് എത്തേണ്ടത്. പോളിനോമിയൽ ആണെങ്കിൽ ജനറൽ ഫോം പറയുകയാണെങ്കിൽ ഇതാ A0 പ്ലസ് A1x പ്ലസ് എക്സെട്ര പ്ലസ് AM x റൈസ് ടു m എന്ന് പറയാം. എന്തായാലും ഏത് ഡിഗ്രി പോളിനോമിയലായിക്കോട്ടെ അതൊരു ഫിക്സ്ഡ് AIs അതിലുണ്ടാവുള്ളൂ. അതായത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് AIs ഉണ്ടാവുള്ളൂ. പോളിനോമിയൽ ഒരിക്കലും പ്ലസ് എക്സെട്ര പറഞ്ഞു പോവില്ല. അങ്ങനെയാണെങ്കിൽ അത് പോളിനോമിയൽ അല്ല, അത് വേറെ എന്തെങ്കിലും ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ പോളിനോമിയൽസ് ആണെങ്കിൽ ഒരു ഫൈനൈറ്റ് ഒരു ഫിക്സ്ഡ് m ഇൻറ്റിജറിൽ നിൽക്കും, അല്ലെങ്കിൽ ഒരു എന്നിൽ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോൺസ്റ്റൻസിൻ്റെ എണ്ണം A0, A1 എക്സെട്ര A എന്നുള്ളത് ഫൈനൈറ്റ് എണ്ണ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടപ്പിൾസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ A0, A1 ഇങ്ങനെ ഇൻഫൈനൈറ്റ് ടപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് പോളിനോമിയൽക്ക് വരണമെങ്കിൽ എന്താവണം? AI നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൺലി ഫൈനൈറ്റ്ലി മെനി ടേംസ് AI. AI നോൺ സീറോ ആയിട്ട് വരണം ഫൈനൈറ്റ് എണ്ണത്തിന് മാത്രം, അല്ലേ? ഇൻഫൈനൈറ്റ് AIs 0 ആയിട്ട് വരണമെന്നാണ് ഉദ്ദേശിച്ചത്. എന്നാലേ നമുക്ക് പോളിനോമിയലായിട്ട് പറയാൻ പറ്റുള്ളൂ. We say that two infinite tuples are equal if and only if the corresponding entries are equal. അതായത് 2 ഇൻഫൈനൈറ്റ് ടപ്പിൾ സാധാരണ നമ്മൾ ഒരു 3 ടപ്പിളോ 4 ടപ്പിളോ എന്തെടുക്കുകയാണെങ്കിൽ ഈക്വൽ പറയപ്പോഴാണ് ഓരോ കമ്പോണൻസും ഈക്വൽ ആകുമ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇൻഫൈനൈറ്റ് ടപ്പിൾ ആണെങ്കിലും ആർ ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി കറസ്പോണ്ടിങ് എൻട്രീസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ഫസ്റ്റ് എൻട്രീസ് ഈക്വലാണ്, സെക്കൻഡ് എൻട്രി ഈക്വലാണ്, അങ്ങനെ വന്നാലാണ് ഇൻഫൈനൈറ്റ് ടപ്പിൾസും ഈക്വലായിട്ട് പറയാൻ പറ്റുക. വി ഇൻട്രൊഡ്യൂസ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടി ആസ് ഫോളോസ്. ടി എന്നുള്ള സെറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ഇങ്ങനത്തെ ടപ്പിൾസിൻ്റെ കളക്ഷൻ. ഇതിൽ പ്രത്യേകത എന്താ? ഫൈനൈറ്റ് AIs മാത്രമേ നോൺ സീറോ ആയിട്ട് ഉണ്ടാവുള്ളൂ, ബാക്കി കമ്പോണൻസ് ഒക്കെ 0 ആയിരിക്കും. ഫൈനൈറ്റ് കമ്പോണൻസ് വെച്ച് ബാക്കി കമ്പോണൻസ് ഒക്കെ 0 ആയിട്ടായിരിക്കും ഉണ്ടാവുക. AIs ഒക്കെ 6ലെ എലമെൻറ്റ്സ് ആണ്. പിന്നെ അതിലൊരു അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അത് നോക്കാം. A0, A1, A2 എക്സെട്ര പ്ലസ് B0, B1, B2 എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു A0 പ്ലസ് ഇൻഫൈനൈറ്റ് ടപ്പിൾ A0 പ്ലസ് B0, A1 പ്ലസ് B1, A2 പ്ലസ് B2, എക്സെട്ര. ഇത് ജസ്റ്റ് കമ്പോണൻറ്റ് വൈസ് അഡീഷനാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. A0, A1, A2 എക്സെട്ര ഇൻറ്റു B0, B1, B2 എക്സെട്ര ഈക്വൽ ടു അത് ടേംസ് വരുന്നത് C0, C1, E2 എക്സെട്രയാണ്. അവിടെ ഓരോ C0ൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. C0ൻ്റെ അല്ല, ഓരോ C വാല്യൂസിൻ്റെ പ്രത്യേകത. CK എന്നുള്ളത് എന്ത് വരും? സമ്മേഷൻ I പ്ലസ് J ഈക്വൽ ടു K AI BJ. I പ്ലസ് J K വരുന്ന AI BJൻ്റെ BJ എന്നുള്ള പ്രോഡക്റ്റ് കാണാം, എന്നിട്ട് ആഡ് ചെയ്തതാണ് ഓരോ CKകളും വരിക. അപ്പോൾ C0 ആണെങ്കിൽ എന്താ വരിക? I പ്ലസ് J K വരണം. അപ്പോൾ ഐയും ജെയും എന്ത് വരാൻ പറ്റുള്ളൂ? 0. ഐയും ജെയും എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ? 0 എന്നാണ് അല്ലേ? A0, A1, A2 അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ ഐയും ജെയും 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്തിട്ട് 0 വരണമെങ്കിൽ ഐയും ജെയും 0 വരണം. അപ്പോൾ A0 B0 ആവും C0ൻ്റെ സ്ഥാനത്തുണ്ടാവുന്ന എലമെൻറ്റ്. ഇനി C1 ആണെങ്കിലോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. അപ്പോൾ 1 0 വരാം, 0 1 വരാം.
അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സമം വരാം. അപ്പോൾ 0 1 ആകുമ്പോൾ എന്താ വരിക, A0 B1 അല്ലേ, പ്ലസ് പിന്നെ ഒരു പോസിബിലിറ്റിയും കൂടിയുണ്ട് 1 0 I 1 J 0 അങ്ങനെ അത് രണ്ടും ആഡ് ചെയ്താലും 1 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ അത് എന്ത് എലമെൻറ്റ് വരിക, A1 B0 A0 B1 പ്ലസ് A1 B0 വരും. അതാണ് C1 ഉണ്ടാവുക. അതൊക്കെ വേണമെങ്കിൽ എഴുതിയേക്കാം കേട്ടോ. C0 എന്നുള്ളത് A0 B0 എന്നാണ് വരിക. ഈ ഇക്വേഷൻ വെച്ചിട്ട് ആണ് എഴുതുന്നത്. C1 എന്നുള്ളത് A0 B1 പ്ലസ് A1 B0. ഇനി C2 ആണെങ്കിലോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോസിബിലിറ്റീസ് ഉണ്ടാവും അല്ലേ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 വരണം. അങ്ങനത്തെ ഏതൊക്കെ നമ്പറാണ്, 1 2 അല്ലേ, 1 2 ഉണ്ട്, 2 1 ഉണ്ട്, പിന്നെ നമ്മളിപ്പോൾ 3ൻ്റെ പറഞ്ഞു 2ൻ്റെ പറഞ്ഞു 2 അല്ലേ. അപ്പോൾ C2 ആകുമ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടണം അല്ലേ. K എന്നുള്ള ഭാഗത്ത് 2 ആണ്, C2 എന്നുള്ളതിൽ K എന്നുള്ള ഭാഗത്ത് 2 ആണ്. അപ്പോൾ രണ്ട് ടേംസിൻ്റെ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് ചെയ്താൽ 2 കിട്ടണം. ആ നമ്പേഴ്സ് രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഏതൊക്കെ പോസിബിലിറ്റി ഇവിടെ ഉള്ളത്, 1 1 വരാം അല്ലേ. 1 1 ചെയ്ത് കഴിഞ്ഞാൽ അതായത് A1 B1 ഉണ്ടാവും. അതുപോലെ 0 2 വരാം, 2 0 വരാം. അപ്പോൾ ആ 3 പോസിബിലിറ്റീസാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ A1 B1 പ്ലസ് A0 B2 പ്ലസ് A2 B0 അങ്ങനെ 3 ടേംസിൻ്റെ സമ്മായിട്ടാണ് വരിക C2 എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഓരോ കോഷ്യൻസും വരുന്നത് പ്രൊഡക്റ്റ് ആകുമ്പോൾ. ദെൻ 1 0 0 എക്സെട്ര ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് T. ഇതായിരിക്കും T എന്നുള്ള സെറ്റിലെ ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ട് വരിക. T എന്നുള്ള സെറ്റിൽ അത് റിങ് ആണെന്ന് കാണിക്കുകയാണ്. പോളിനോമിയൽ റിങ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് അവരുടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും തന്നിട്ടുണ്ട്. ഇനി അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട് കാണിക്കുകയാണ്. അതൊക്കെയാണ് ചെയ്യണത്. ഞാൻ 1 0 0 എക്സെട്ര ഈസ് ദി ഐഡൻറ്റിറ്റി ഓഫ് T, വേർ 1 ഈസ് ദി ഐഡൻറ്റിറ്റി ഓഫ് R. 1 ആണ് ആറിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എങ്കിൽ 1 0 0 എക്സെട്ര ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് T എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് T ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് അണ്ടർ ദി അബോവ് ഓപ്പറേഷൻസ്. അതെങ്ങനെ പറയാം, ഐഡൻറ്റിറ്റി ഇതാണെന്ന് എങ്ങനെ പറയാം. ഐഡൻറ്റിറ്റി നമ്മൾ പറയണത് ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി തന്നെയാണ്. ഒരു റിങ്ങിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മൾ പറയാറുള്ളത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി തന്നെയാണ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റിനെ സാധാരണ ഒന്നെങ്കിൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റി പറയും, അല്ലെങ്കിൽ 0 എലമെൻറ്റ് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പോൾ റിങ്ങിലെ ഐഡൻറ്റിറ്റി 1 ആണെങ്കിൽ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള T എന്നുള്ള സെറ്റിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരിക എന്ന് പറഞ്ഞത്. അതെങ്ങനെ പറയാം, മൾട്ടിപ്ലിക്കേഷനിൽ അതന്നെ കിട്ടണമെങ്കിൽ അത് ചെയ്ത് നോക്കിയാൽ മതി. A0 A1 A2 എക്സെട്ര 1 0 0 എക്സെട്ര എന്നുള്ളത് ചെയ്ത് നോക്കുക. അപ്പോൾ A0 B0 എന്നുള്ളതാണല്ലോ ഫസ്റ്റ് ടേം വരെ നമ്മൾ പറഞ്ഞില്ല. C0 എന്നുള്ളത് A0 B0 ആണ്. അപ്പോൾ A0 B0ൻ്റെ സ്ഥാനത്ത് 1 ആണുള്ളത്. അപ്പോൾ A0 × 1 A0 ആവും. ഇനി സെക്കൻഡ് എന്താ വരിക നമ്മൾ പറഞ്ഞത്, അതായത് C1 ആയിട്ട് എന്ത് വരും എന്ന് പറഞ്ഞത് A0 B1 പ്ലസ് A1 B0. ഇവിടെ A0 B1 ഇവിടെ B1ൻ്റെ സ്ഥാനത്ത് എന്താണ് 0 ആണുള്ളത് അല്ലേ. ഈ എലമെൻറ്റിന് പകരം നമ്മൾ ഇതാണ് ചൂസ് ചെയ്തത്. അപ്പോൾ B1ൻ്റെ സ്ഥാനത്ത് 0 ഉള്ളത്. അപ്പോൾ ആ ടേം ഉണ്ടാവില്ല. A0 B1 എന്നുള്ളത് ഉണ്ടാവില്ല. A1 B0 ഉണ്ടാവും. A1 B0 എന്ന് പറഞ്ഞാൽ A1 × 1 വരും, ദാറ്റ് ഈസ് A1. ഇങ്ങനെ ഓരോ കേസിലും എങ്ങനെ കിട്ടുള്ളൂ, A0 കിട്ടും ആദ്യത്തെ ചെയ്യുമ്പോൾ, C0 A0 കിട്ടും, C1 എന്നുള്ളത് A1 കിട്ടും, C2 A2 കിട്ടും, അങ്ങനെ കിട്ടും. അതായത് A0 A1 A2 എക്സെട്ര × 1 0 0 എക്സെട്ര ഈക്വൽ എന്ത് വരും, A0 A1 A2 എക്സെട്ര തന്നെ വരും. അതിൻ്റെ മീനിങ് എന്താ, നേരെ തിരിച്ച് ചെയ്താലും അങ്ങനെ തന്നെ കിട്ടും. അതിൻ്റെ മീനിങ് എന്താ, ഇതാണ് ഈ സെറ്റിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവും ഡയറക്റ്റ് കാണിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ AIBJ ആണ് വന്നിട്ടുള്ളത് അല്ലേ. AIBJനെ നമുക്ക് BJAI എന്ന് എഴുതാം, ഇനി BIAJ എന്ന് എഴുതാം, അതൊന്നും കുഴപ്പമില്ല. കാരണം ഐയും ജെയും വേരിയേഷൻ ഒരേപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. 6 കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. AIയും BJയും ഒക്കെ 6ലെ എലമെൻറ്റ്സാണ്.
അല്ലേ? ഇവിടെ നമ്മൾ ഒരു എലമെൻറ്റ് ടീനെ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? ഇൻഫൈനൈറ്റ് ടപ്പിൾ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ആറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ B0 B1 B2 എക്സെട്ര A0 A1 A2 എക്സെട്ര ഇതൊക്കെ ആറിലെ എലമെൻറ്റ്സാണ് വരുന്നത്. അപ്പോൾ 6 എന്നുള്ളത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ AIBJ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് BIAJ എന്നോ ഇനി BJAI എന്നോ അതൊക്കെ എഴുതാം. അപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റിയും ഹോൾഡ് ചെയ്യും. 6 കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ടാണ് ഹോൾഡ് ചെയ്യണത്. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, കാരണം അല്ലെങ്കിൽ ഇതിനെ തിരിച്ചിടാൻ പറ്റില്ല. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആവണമെന്നൊന്നുമില്ല ഇവിടെ, അല്ലേ? റിങ്ങിൽ എങ്ങനെയാണോ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ രീതി വരും. നമ്മൾ പറഞ്ഞു മെട്രിക്സ് ആകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് വി വിൽ ഫോളോ ദ യൂഷ്വൽ കൺവെൻഷൻ ഓഫ് റൈറ്റിംഗ് A ഫോർ ദ എലമെൻറ്റ് A0 0 എക്സെട്ര വേർ A ബിലോങ്സ് ടു R. അതായത് A എന്നുള്ള എലമെൻറ്റിന് നമ്മൾ ഈ റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുക. R എന്നുള്ള റിങ്ങിൽ A എന്നുള്ളൊരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് Tയിൽ ഈ റെപ്രസെൻറ്റേഷനാണ് ഉണ്ടാവുക. അതുപോലെ എക്സിന് എക്സ് ആയിട്ട് 0 1 0 എക്സെട്ര എന്നുള്ളതും എടുത്തു. ഇനി x² ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഈ C0 C1 ഒക്കെ ഡെഫിനേഷൻ പറഞ്ഞില്ല, അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് 0 × 0 എന്ന് വരും, അല്ലേ? A0 B0 വരും, 0 × 0. പിന്നെ നെക്സ്റ്റ് C1ൻ്റെ ടേം എഴുതുമ്പോൾ അവിടെ 0 × 0 എഴുതിയിട്ടില്ലേ? നെക്സ്റ്റ് C1ൻ്റെ ടേം എഴുതുമ്പോൾ നമ്മളെങ്ങനെ പറഞ്ഞത്? A0 B1 പ്ലസ് A0 B1 പ്ലസ് A1 B0 എന്നാണ് വരിക. A0 B1 എന്നാകുമ്പോൾ 0 × 1. ഇനി A1 എന്നുള്ളത് 1 ആണ്. 1 × 0 വരും അടുത്ത ടേം, ദാറ്റ് ഈസ് 0 × 1 പ്ലസ് 1 × 0. ഇങ്ങനെ ഓരോ ടേമും കണ്ടിട്ട് എഴുതിയതാണിത്, ഓരോ പ്രോഡക്റ്റ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 0 0 1 0 എക്സെട്ര ആണ്. അതായത് x² ചെയ്തപ്പോൾ എക്സ് എന്നുള്ളത് 0 1 0 എക്സെട്ര ആയിരുന്നു, ബാക്കിയൊക്കെ സീറോസ് ആണ് കേട്ടോ. x² ചെയ്തപ്പോൾ ഒരു പൊസിഷനും കൂടി മാറിയിട്ടാണ് 1 വന്നത്. ഇതുപോലെ തന്നെ x³ ചെയ്യുക പറഞ്ഞാൽ ഈ x² ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 0ൻ്റെ പൊസിഷൻ ഒന്നും കൂടി മാറും, അതായത് 1 ഒന്നും കൂടി മാറിയിട്ടാണ് വരിക. ഒരു എക്സ്ട്രാ 0 കൂടി 1ന് മുന്നേ വരും. 0 0 0 1 0 എക്സെട്ര എന്ന് വരും, ആൻഡ് സോ ഓൺ. We can then write A0 A1 A2 etc. AM 0 0 etc. equal to A0 1 0 0 etc. plus A1 0 1 0 0 etc. plus A2 0 0 1 0 etc. plus ഇങ്ങനെ എഴുതാമല്ലോ, കാരണം ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം തന്നെ കിട്ടുക, അല്ലേ? ഇവിടെ A0 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ A0 0 0 എക്സെട്ര വരും. ഇവിടെ A1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 0 A1 0 0 എക്സെട്ര വരും. അപ്പോൾ ഇവിടെ A2 ചെയ്ത് കഴിഞ്ഞാൽ 0 0 A2 0 എക്സെട്ര വരും, പ്ലസ് എക്സെട്ര. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇത് തന്നെ കിട്ടുക. അപ്പോൾ ഇതിന് പകരം നമ്മൾ മാറ്റി ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. അപ്പോൾ ഈ 1 0 0 എക്സെട്ര എന്നുള്ളത് നമ്മൾ എന്തായിട്ടാണ് എടുത്തത്? 1നെയാണ് എടുത്തത്, അല്ലേ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് 1 0 0 എക്സെട്ര ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് T ആണ് എടുത്തത്. നമ്മൾ പറഞ്ഞു ആറിലെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് ഇവിടെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ ഉള്ളത്. A ബിലോങ്സ് ടു R ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ സെറ്റിൽ T എന്നുള്ള സെറ്റിൽ എഴുതുമ്പോൾ അതിനെ നമ്മൾ ഈ രീതിയിലാണ് എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 1 0 0 എക്സെട്ര എന്നുള്ളത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ 1 ആക്കി എഴുതാം. റൈറ്റിംഗ് A ഫോർ ദി എലമെൻറ്റ് A0 0 എക്സെട്ര. അപ്പോൾ നമ്മൾ 1 0 0 എക്സെട്രക്ക് പകരം 1 എഴുതി. അതായത് A0 × 1 പറഞ്ഞാൽ A0 തന്നെ അവിടെ ഒന്നും വരില്ല. പ്ലസ് A1 × ഈ എലമെൻറ്റ് എന്താണ്? എക്സ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്, 0 1 0 എക്സെട്ര A1 x പ്ലസ് അടുത്തത് A2 × ഇത് x² കണ്ടെത്തിയിട്ടുണ്ട്, A2 x² പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. ലാസ്റ്റ് ഒരു AM x⁻m വരെ വരുള്ളൂ. അതെങ്ങനെ? ബാക്കി ടേംസൊക്കെ 0 അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ AM കഴിഞ്ഞ് ബാക്കി വരുന്നതൊക്കെ 0 ആണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാവുള്ളൂ, AM x⁻m വരെ പോവുള്ളൂ. ഇതെന്താണ്? ഒരു mth ഡിഗ്രി പോളിനോമിയലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ Tയിലെ എലമെൻറ്റ്സൊക്കെ ഒരു പോളിനോമിയൽസ് ആണെന്ന് പറയാം, അല്ലേ? ഈ ഫോമിൽ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ Tയിലെ എലമെൻറ്റ്സൊക്കെ പോളിനോമിയൽസ് ആണ്. അതിൽ കോഎഫിഷ്യൻസ് വരുന്നത് എന്താണ്? Rലെ എലമെൻറ്റ്സ് ആണെന്ന് പറയാം.
ഇവിടെ പറയേണ്ടത് വിച്ച് ഈസ് എ പോളിനോമിയൽ ഇൻ എക്സ്, അതൊരു പോളിനോമിയലായിട്ടാണ് കിട്ടുന്നത്. ദിസ് അലോ അസ് ടു യൂസ് ദി നൊട്ടേഷൻ ആർ ഓഫ് എക്സ് ഫോർ ദ റിംഗ് പോളിനോമിയൽസ് ഓവർ ആർ ഇൻ ദി ഇൻഡിറ്റർമിനേറ്റ് എക്സ്. അപ്പോൾ ആർ ഓഫ് എക്സ് ആണ് റിംഗ് ഓഫ് പോളിനോമിയൽസിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എന്താണ് ഒരു പോളിനോമിയൽ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് പോളിനോമിയൽസ് ആണ്. അതിൽ കോഎഫിഷ്യൻസ് വരെ എന്താണ് റിങ്ങിലെ എലമെൻറ്റ്സ് ആണ്. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അങ്ങനെയാണ് നമുക്ക് ആ ടി എന്നുള്ള സെറ്റ് എടുത്ത് അതിന് ചെയ്തു വന്നപ്പോൾ കിട്ടിയത് അല്ലേ. ഒരു പോളിനോമിയലായിട്ട് തന്നെ വന്നു, കോഎഫിഷ്യൻസ് ആറിലെ എലമെൻറ്റ്സ്. അതിന് നൊട്ടേഷൻ കൊടുക്കാറുള്ളത് ആർ ഓഫ് എക്സ് ആണ്. ടി എന്നല്ല, ആർ ഓഫ് എക്സ് എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ആർ ഓഫ് എക്സ് ഈ രീതി കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻസ് ഇൻ ദി റിംഗ് ആർ ആണെന്ന് മനസ്സിലാക്കണം. കോഎഫിഷ്യൻസ് ഇൻ ദി ഇൻഡിറ്റർമിനേറ്റ് എക്സ്, അടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. വി സേ ദാറ്റ് ആർ ഈസ് ദി കോഎഫിഷ്യൻ റിംഗ്. അതായത് ആർ ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽസിൽ, ആർ ഓഫ് എക്സ് എന്നുള്ള സെറ്റിലുള്ള പോളിനോമിയൽസിൽ കോഎഫിഷ്യൻസ് വരെ ആർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആറിനെ കോഎഫിഷ്യൻ റിംഗ് എന്ന് വിളിക്കും. If n is the largest positive integer such that a not equal to 0, then we say that the polynomial has degree n. നമ്മൾ സാധാരണ ഡിഗ്രി പറയാറില്ലേ, അതന്നെ. n is the largest positive integer such that a not equal to 0, we say that the polynomial has degree n. And n is called the leading coefficient of the polynomial. അപ്പോൾ എന്താണ് ഒരു പോളിനോമിയൽ, ഏത് പോളിനോമിയൽ ആയിക്കോട്ടെ, നിങ്ങൾ റിങ്ങോന്നൊന്നും ആലോചിക്കേണ്ട, ഏതൊരു പോളിനോമിയലിൻ്റെ ലീഡിങ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് പവർ എവിടെ വന്നിട്ടുള്ളത് അതിലുള്ള കോഎഫിഷ്യൻ്റ്. ഇപ്പോൾ ഒരു പോളിനോമിയൽ 3x² പ്ലസ് 4x -3 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ലീഡിങ് കോഎഫിഷ്യൻ്റ് ഏതാണ്? 3 വരിക. കാരണം x² ആണ്, 2 ആണ് ഹയസ്റ്റ് പവർ അല്ലേ, x² വരുന്നത്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ വരുന്നത്? 3 ആണ്. അപ്പോൾ ലീഡിങ് കോഎഫിഷ്യൻ്റ് 3 ആയിട്ട് വരും. നെക്സ്റ്റ്, an element of the form a equal to a0 0 etc 0 is called a constant polynomial. അതായത് റിങ്ങിൽ എ എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ, റിങ്ങിൽ ആർ ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ റിങ്ങിൽ എ എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റൻറ്റ് പോളിനോമിയലായിട്ട് നമുക്ക് പറയാം. ഇവിടെ കൊടുക്കുന്ന റെപ്രസെൻറ്റേഷൻ a0 0 etc. വേറെ രീതി പറയുകയാണെങ്കിൽ ഇവിടെ a0ൻ്റെ ഭാഗത്ത് എ ഉണ്ടാവും, ബാക്കി a1 a2 അതൊക്കെ 0 ആയി പോകും. അപ്പോൾ നമുക്ക് ആ പോളിനോമിയലിൽ ഇങ്ങനെ എഴുതിക്കൂടെ, ഒരു പോളിനോമിയൽ ഇങ്ങനെ എഴുതിക്കൂടെ, a0 പ്ലസ് 0x പ്ലസ് 0x² പ്ലസ്, അപ്പോൾ ആ രീതിയിലാണ് വരിക. അപ്പോൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഓക്കെ, an element a of the form a equal to a0 0 etc. is called constant polynomial. We can of course use any symbol to represent the tuple 0 1 0 etc. അതായത് നമ്മളിവിടെ ഒരു എക്സ് കൊടുത്ത് ചെയ്തു, അതിന് പകരം ഏത് സിമ്പിൾ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ് കൊടുത്ത് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതൊരു പോളിനോമിയലാണെന്നൊക്കെ അല്ലേ. Once we know that r of x is a commutative ring, it is easy to work with the polynomials in two indeterminate x and y. ഇതുപോലെ തന്നെ രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അത് ആർ ഓഫ് എക്സ് വൈയും ഒരു റിംഗ് ആയിട്ട് വരുന്നൊക്കെ പറയണം. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ എന്താണ് ഈ ആർ ഓഫ് എക്സ്, ആർ എന്നുള്ളതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് എക്സ്, ശ്രദ്ധിക്കണം. മറ്റ് സാധാരണ പാരന്തസിസ് ആണെങ്കിൽ മീനിങ് മാറി, അതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. അപ്പോൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആവുമ്പോഴാണ് ഇതിനെ പോളിനോമിയൽ റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിട്ട് വരും. ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നോക്കുക. എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് എ റിംഗ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസൊന്നും വേറെ പറയണില്ല കേട്ടോ, അത് ജസ്റ്റ് ഇത്ര പറയണുള്ളൂ. ഇത് റിങ്ങിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയണത് ഇവിടെ. നോക്കുക, if R is a commutative ring with elements a, b, c belongs to R, then a plus c equal to b plus c implies a equal to b. അതെങ്ങനെ പറയാൻ പറ്റും? ആർ ഒരു റിംഗ് ആണെങ്കിൽ അത് അഡീഷനിൽ ഒരു അബേലിയൻ ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അഡീഷനിൽ ഒരു അബേലിയൻ ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിലുള്ള ക്യാൻസലേഷൻ ലോ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അഡീഷനാണോ ഓപ്പറേഷൻ എങ്കിൽ അവിടെ ക്യാൻസലേഷൻ ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ a plus c equal to b plus c ക്ക് പകരം നമുക്ക് a equal to b എന്ന് എഴുതാം. ഇതുപോലെ a plus b equal to 0 എന്ന് b equal to -a എന്ന് എഴുതാം. a plus b equal to 0 ആണെങ്കിൽ ഇതൊക്കെ ഏത് പ്രോപ്പർട്ടി വെച്ചിട്ട് പറയണതാ?
ആർ എന്തായാലും ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു അബേലിയൻ ഗ്രൂപ്പായിരിക്കും അണ്ടർ അഡീഷൻ. ആറ് റിംഗ് ആണെങ്കിൽ അത് അഡീഷനിൽ ഒരു അബേലിയൻ ഗ്രൂപ്പായിരിക്കും. അപ്പോൾ A+B=0ൻ്റെ മീനിങ് എന്താ? ബി എന്നുള്ളത് എൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ അഡീഷനിൽ നമ്മൾ എഴുതാറുള്ളത് -A ആണ് ഇൻവേഴ്സായിട്ട് എഴുതാറുള്ളത്. അപ്പോൾ A+B=0 ഇംപ്ലൈസ് B=-A. ഇതുപോലെ തന്നെ A+B=A ആണെങ്കിൽ എന്താണ്? ഇത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് അർത്ഥം അല്ലേ? പിന്നെ അബേലിയൻ ആയതുകൊണ്ട് B+A=A എന്നും എഴുതാതിന്ന്. അപ്പോൾ A+B=A ഇംപ്ലൈസ് എന്ത് വരണം? B=0 അല്ലേ? ബി എന്നുള്ളത് അടുത്ത ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരണം. അപ്പോൾ അഡീഷനിലുള്ള പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ജസ്റ്റ് ആ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് പറയാൻ പറ്റും. കാരണം ആർ എന്നുള്ളത് അഡീഷനിലൊരു അബേലിയൻ ഗ്രൂപ്പാണ്.